നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിപ്പോ ആരുടെ കാര്യ? നന്ദിനി. പാവം നന്ദിനിയുടെ കാര്യം ഓർക്കുമ്പോ വല്ലാതെ സങ്കടം തോന്നുന്നു. നന്ദിനിയോ? അതാരാ? അങ്ങനെ ഒരു അമ്മയുണ്ട് സച്ചേട്ടാ. സ്വന്തം രക്തത്തിൽ പറക്കാത്ത കുഞ്ഞാണെങ്കിലും മീനാക്ഷിയെ തന്റെ മോളെ പോലെ സ്നേഹിക്കുന്ന നന്ദിനി എന്നൊരമ്മ. പിന്നെ മീനാക്ഷിയും മുഴുവനായി കുറ്റമൊന്നും പറയാൻ പറ്റില്ല. നന്ദിനി അവളുടെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ. അതുകൊണ്ടാവും നന്ദിനിയുടെ വാത്സല്യം അവൾ തിരിച്ചറിയാതെ പോകുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നന്ദിനി മീനാക്ഷിയൊക്കെ ആരെന്നുകൂടി ഒന്ന് പറയൂ? നന്ദിനി മീനാക്ഷി മാത്രമല്ല, നന്ദിനിയുടെ ഭർത്താവ് ജയറാമും വേറെയും കുറെ ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് ഇപ്പോ. ഇപ്പോഴും സച്ചേട്ടന് കാര്യം മനസ്സിലായില്ലേ? സച്ചേട്ടൻ വാ, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വെള്ളം വേണ്ടേ? വേണം. വാ. ഹലോ. ഹലോ, നമ്മളൊക്കെ മറന്നോ മാഷെ? അയ്യോ, മറന്നുപോയി കേട്ടോ. ഇതാരായിരുന്നു? നിന്റെ കെട്ടിയോള്. എന്റെ കെട്ടിയോളോ? പേരെന്താ? ഓഹോ, അപ്പൊ കൊറേ പേരുണ്ടോ? ഒരുപാട് പേരൊന്നുമില്ല, ഒരാളേ ഉള്ളൂ. ആ ഒരാള് തന്നെ ധാരാളം. ആ, ഒരാള് മതി. കൂടുതലായാലേ എന്റെ മോന് ആ ഒരാളിൽ നിന്ന് നല്ലത് കിട്ടും. ഓർമ്മയുണ്ടല്ലോ മുൻപത്തെ കാര്യം. അയ്യോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. അന്ന് പോയ എന്റെ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആ, അതെപ്പോഴും ഓർമ്മയിലുണ്ടായ നല്ലത്. അല്ല, ഇതെന്താ ഇങ്ങോട്ടൊരു കോളൊക്കെ, അതും ഈ സമയത്ത്? ഏയ്, വെറുതെ ഇരുന്നപ്പോ തോന്നി എന്റെ ഭർത്താവിനെ വിളിച്ച് കുറച്ചു നേരം സംസാരിക്കണമെന്ന്. ഓ, ആ തോന്നല് നല്ലത് തന്നെ. പിന്നെ ഇവിടെ ആരും ഇല്ല, അതാ ധൈര്യമായിട്ട് വിളിച്ചത്. അവിടെ ആരും ഇല്ലേ? എവിടെ പോയി എല്ലാരും? അച്ഛനും അമ്മയും ഏട്ടത്തിയും ആവണയും കൂടി ഇവിടെ അടുത്തൊരു കല്യാണത്തിന് പോയതാ. അനൂപേട്ടൻ ഏതോ ഫ്രണ്ടിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. അത് കൊള്ളാലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വേണ്ട, ചോദിക്കണ്ട. എനിക്കറിയാം എന്താ ചോദിക്കാൻ പോകുന്നെന്ന്. എങ്കിൽ പറയ്, എന്താ ഞാൻ ചോദിക്കാൻ വന്നത്? ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങോട്ട് വരട്ടെ എന്നല്ലേ? അയ്യേ, എന്തായാലും അതല്ല. ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ഒറ്റയ്ക്കുള്ള ഒരു വീട്ടില് ഞാൻ വരാനോ? ഞാൻ അത്രക്കാരൻ നഹി ഹെ. ആഹാ, എന്നാ പിന്നെ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്ക്, കേക്കട്ടെ. എന്തായാലും തന്റെ വീട്ടിൽ ആരുമില്ല, ഞാനും ഫ്രീയാ. നമുക്ക് പുറത്തെവിടെയും വെച്ച് കണ്ടാലോ? ഈ ഫോണിലൂടെയുള്ള സംസാരം നേരിട്ടും ആവാം. മുടിയാത് തമ്പി. അമ്മ ഏട്ടത്തി ഇല്ലാത്തോണ്ട് അടുക്കള ഭരണം ഇന്ന് എനിക്കാ. പിടിപ്പത് ജോലിയുണ്ട്. അതുകൊണ്ട് കാണുന്നത് സംസാരിക്കുന്നൊക്കെ നമുക്ക് വേറൊരു ദിവസം ആവാം. ഹലോ, പോയോ? ഇവിടെങ്ങും ഇല്ലേ? കേൾക്കുന്നുണ്ട്. പിണക്കം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലേലും എന്റെ പിടക്കത്തിന് ഇവിടെ ആർക്കും ഒരു വിലയില്ലല്ലോ. ദേ നോക്കി, റൊമാൻസ് എത്ര വേഗം സെന്റിലോട്ട് കൺവേർട്ട് ആയെന്ന് നോക്ക്. പക്ഷെ എനിക്കറിയാം, എത്ര പിണങ്ങിയാലും എന്നോട് ഭയങ്കര സ്നേഹമാന്ന്. അങ്ങനെയാണോ? പിന്നല്ലാതെ. അതിന് ഞാൻ എന്ത് ചെയ്യണം മാഡം? അവളുടെ പുറകെ നടക്കണം. പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ അവളുടെ മുന്നിലുണ്ടാവണം. അവക്ക് സർപ്രൈസുകൾ കൊടുക്കണം. അവളെ ഒരുപാട് സന്തോഷിപ്പിക്കണം.
നിന്നോടൊപ്പം ജീവിതാവസാനം വരെ അവള് സന്തോഷമായിരിക്കും എന്ന് അവക്ക് തോന്നുന്നിടത്താണ് നിന്റെ വിജയം. അല്ല, നിന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നീ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ലേ? പിന്നെ കുറെ എണ്ണത്തിന്. എന്നിട്ടാണോ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നെ? നീ അവസാനം പ്രേമിച്ചവക്ക് എന്തൊക്കെ സർപ്രൈസാ കൊടുത്തേ? ഓ, അതൊന്നുമില്ല, ഈ പറഞ്ഞതൊക്കെ തന്നെ. അത് പക്ഷെ കാശൊന്നും കണ്ടിട്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനായിരുന്നു. ശരിക്കും ഞാൻ ജീവിതം എന്താണെന്ന് പഠിച്ചത് അവളിൽ നിന്നായിരുന്നു. മാഡത്തിനറിയോ, അവള് പോയതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ഒരാളെ തളർത്താനും ഉയർത്തെഴുന്നേൽപ്പിക്കാനും സ്നേഹത്തിന് ശക്തിയുണ്ടല്ലോ. അതൊന്നും ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് മാഡം. അവൾക്ക് ശേഷം ഞാൻ ആരെയും സ്നേഹിക്കില്ലെന്ന് തീരുമാനിച്ചതാ. പക്ഷെ എൻ്റെ അവസ്ഥ ഇതായി പോയി. അല്ല, തന്റെ കഥ ഇത്രയും കേട്ടതുകൊണ്ട് ചോദിക്ക. ആ പെൺകുട്ടി അവൾക്കെന്തു പറ്റി? എന്തിനാ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ്? അവളുടെ എൻ്റെ സ്നേഹത്തെപ്പറ്റി അവളുടെ വീട്ടുകാരറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. എന്തുവന്നാലും അവളില്ലാതെ ഞാനും, ഞാനില്ലാതെ അവളും ജീവിക്കില്ലെന്ന് ഞങ്ങൾക്കുള്ളതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ പോയി വിളിച്ചു. അവൾ ഇറങ്ങി വന്നില്ല മാഡം. പിന്നീട് വലിയ പ്രശ്നമായി. പിന്നീട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവള് മറ്റൊരാളെ സ്നേഹിച്ച് അയാളുടെ ഒപ്പം പോയിരുന്നു. ഇപ്പോഴും ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ സ്നേഹം മനസ്സിലാക്കി അവൾ തിരിച്ചു വരും. അല്ല, താനെന്തിനാ ജയിലിൽ കിടന്ന്? അവളെ വിളിച്ചിറക്കി കണ്ടുവരാൻ പോയതിന്റെ അന്ന് ഞാൻ അവളുടെ ഭർത്താവിനെ ഒരുപാട് തല്ലി. നിവർത്തിയിട്ട് കത്തിയെടുത്ത് കുത്തുകയും ചെയ്തു. ഞാൻ ജയിലിൽ പോകാൻ നേരം എനിക്ക് വേണ്ടി കാത്തിരിക്കാന്ന് വാക്ക് തന്നവളാ. പക്ഷേ മറ്റൊരുത്തന്റെ ഭാര്യയാണോ നീ സ്നേഹിച്ചത്? അങ്ങനെ പറഞ്ഞെന്നെ വിഷമിപ്പിക്കല്ലേ മാഡം. എന്റെ ഭാര്യയെ തന്നെയാ ഞാൻ അവളെ കണ്ടത്. അവളുടെ മക്കളെ എന്റെ മക്കളായിട്ടും. അത് ശരി, 2 മക്കളുള്ള ഒരുത്തന്റെ ഭാര്യയെ നീ സ്നേഹിച്ചു. നീ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ അവള് മറ്റൊരുത്തന്റെ കൂടെ പോയി. നീ ഇപ്പോഴും അവക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വല്ലാത്ത പ്രണയം തന്നെ. എന്തായാലും നീ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അവളെ സ്നേഹിച്ച പോലെ ആതിരെ ഒന്ന് സ്നേഹിക്ക്. എന്നിട്ട് എങ്ങനെയെങ്കിലും ആതിരയുടെ മനസ്സിലൊന്ന് കയറിപ്പറ്റ്. നിങ്ങളുടെ വിവാഹം നടത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ നിനക്ക് ഞാൻ തരാന്ന് പറഞ്ഞ സ്ത്രീധനവും. അപ്പോ ഇന്നു മുതൽ ആതിര അജയൻ പുതിയ പ്രണയകഥ ആരംഭിക്കല്ലേ? പിന്നല്ലാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.